എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനെ ആണെങ്കിൽ ഹീറോന്റെ മുത്തശ്ശി അടിയാൻ ഓട്ടിക്കുകയാണ്. അവളുടെ ക്യാബേജ് ഒക്കെ തറയിൽ തട്ടിക്കളയാണ്. വേറൊന്നുമല്ല, ഹീറോയിനെ സഹായിക്കുന്നോണ്ടാണ്. ഇത് കണ്ട ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. എന്തായാലും മുത്തശ്ശിയെ സമാധാനപ്പെടുത്തിട്ട് ഹീറോ ഒരു വലയിൽ മീനെയൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലത്തൂടെ നടന്നു പോവാണ്. ആ സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് സൈഡിൽ ഹീറോയിൻ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ ഷൂ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇട്ട ഷൂ മാറ്റിയിട്ട് വേറൊരു ഷൂ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനുശേഷം അവർ രണ്ടുപേരും കൂടെ കടൽ തീരത്തൂടെ നടന്നു പോവുകയാണ്. പോകുന്ന സമയത്ത് ഹീറോയിൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ഇത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവള് പറയുന്നതെന്ന് വെച്ചാൽ അവൾ ഈ ഐലൻഡിൽ നിന്ന് കല്യാണം കഴിക്കത്തില്ല, അവള് നല്ല പൈസ ഉള്ള വീട്ടിൽ നിന്നേ കല്യാണം കഴിക്കത്തുള്ളൂ, അതുപോലെ സിയോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും, നീ എവിടെന്നോ കല്യാണം കഴിച്ചോ, നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ എന്റെ പോക്കറ്റിൽ നിന്ന് കൈ എടുത്തിട്ട് വേണം കല്യാണം കഴിക്കാനെന്ന്. അതായത് ഹീറോയിൻ ആണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് ഹീറോന്റെ പോക്കറ്റിലാണ് കൈ ഇട്ടേക്കുന്നത്, ഷർട്ടിന്റെ. ഇതിനുശേഷം ഹീറോന്റെ അമ്മയും മുത്തശ്ശിയും കാണിക്കുകയാണ്. പിന്നെ കുറച്ച് ലേഡികൾ സൈഡിൽ നിൽപ്പുണ്ട്. ആ സമയം ഹീറോന്റെ അമ്മ എടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, കുട്ടികളുടെ ഇഷ്ടത്തിന് വിടണം, അല്ലാതെ അവരെ തടഞ്ഞു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും അവരവരുടെ ഇഷ്ടത്തിനായിരിക്കും പോകാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്കിനി അവരെ തടഞ്ഞു വെക്കേണ്ടതാണ്. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ കൂടെ എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹീറോയിൻ പറയുന്നുണ്ട്, നീ എന്നെ ഒരു പിച്ചക്കാരിയായിട്ട് കാണുന്നുണ്ടല്ലേ, നീ എല്ലാ പ്രാവശ്യവും എനിക്ക് മീൻ കൊണ്ടുതരുന്നത്, ഇപ്പൊ നീ 10 വർഷമായിട്ട് എനിക്ക് മീൻ കൊണ്ടുതരുന്നുണ്ട്, അപ്പൊ നീ എന്നൊരു പിച്ചക്കാരിയായിട്ടല്ലേ കാണുന്നത്. ഇത് പറയുന്ന നേരത്ത് ഹീറോ ആണെങ്കിൽ അവൾക്കൊരു മുത്തം കൊടുക്കുകയാണ് കേട്ടോ. ആ മുത്തം കറക്റ്റ് ആയിട്ടില്ല, അവളുടെ മൂക്കിനാണ് മുത്തം കൊടുക്കുന്നത്. അവള് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ മൂക്കിന് മുത്തം വെച്ചതെന്ന്. പിന്നെ രണ്ടാമത് കറക്റ്റ് ആയിട്ട് വീണ്ടും ഒരു മുത്തം കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഒരു വീട്ടില് ഒരു ടിവിയില് നമ്മുടെ ഹീറോയിനൊക്കെ ജീവിച്ചിരുന്ന ആ ഐലൻഡിലെ പൂന്തോട്ടത്തിനെ പറ്റി പറയുന്നുണ്ട്. ഈ കാലാവസ്ഥയിലാണ് ആ പൂവൊക്കെ വിരിയാൻ പോകുന്നതും കപ്പിൾസിനെല്ലാം ഫ്രീ എൻട്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടിവി ആരാ കാണുന്നതെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിനാണ് കാണുന്നത്. ഹീറോയിൻ ഇപ്പൊ അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. ഹീറോയിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മോള് കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ മോനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ മോള് ചോദിക്കുന്നുണ്ട്, അച്ഛനാണോ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന്. ഇതേ നേരം തന്നെ ഡോറ് തുറന്ന് രണ്ടാൾക്കാർ വീട്ടിലോട്ട് കയറി വരികയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ ഭർത്താവും പിന്നെ ഒരു മോളും ഉണ്ട്. അവർക്ക് 3 മക്കളുണ്ട്. ഒരു മോന് 2 പെൺമക്കളുമാണ്. പക്ഷെ ഭർത്താവിനെ കാണിക്കുന്നില്ല കേട്ടോ, മുഖം കാണിക്കുന്നില്ല. ഭർത്താവാണെങ്കിൽ വന്നിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ ചിക്കൻ കൊണ്ടുവന്നിട്ട് മോന് കഴിക്കാൻ കൊടുക്കുകയാണ്. മോൻ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. അവന് ചിക്കൻ കണ്ടപ്പോൾ സന്തോഷമായി. ഇതിനുശേഷം വീണ്ടും പഴയ കാലത്തോട്ട് വരികയാണ്. ഹീറോയിൻ ടീനായിട്ടുള്ള കാലത്തോട്ട് വരികയാണ്. അപ്പൊ നേരത്തെ മുത്തൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നേക്കാണ്. ആ സമയം പാട്ടൊക്കെ പാടി തുള്ളിച്ചാടിയാണ് വരുന്നത്. ഹീറോയിൻ നേരെ വന്നേക്കുന്നത് അവളുടെ വീട്ടിലാണ് കേട്ടോ. അവിടെ തന്നെ അനിയത്തിയും അനിയനും ഉണ്ട്. അനിയൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവന്റെ അടുത്ത് ചെന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ചെല്ലാണ് അനിയത്തിയെ കണ്ടുപിടിക്കാൻ. അനിയത്തിയെ കാണാനില്ല, അതുകൊണ്ട് അനിയത്തിയെ കണ്ടുപിടിക്കണം. അങ്ങനെ നേരെ ചെന്നിട്ട് അകത്തൊരു അലമാര പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് പിടിച്ച് തുറക്കുന്ന സമയത്താണ് ഹീറോയിൻ കാണുന്നത് വേറൊന്നുമല്ല, രണ്ടാനച്ഛൻ വീണ്ടും ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെയും കൊണ്ടാണ് വീട്ടിലോട്ട് വന്നേക്കുന്നത്. അവർ രണ്ടുപേരും ആ അലമാരക്കകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും രാത്രിയാവുന്ന സമയത്ത് രണ്ടാനച്ഛനും പിന്നെ രണ്ടാനമ്മയായിട്ട് അടിയാവുകയാണ്. രണ്ടാനമ്മ പറയുന്നത് അവർക്കൊരു വീട്ടമ്മയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഇതൊക്കെ കേട്ടോണ്ട് ഹീറോയിൻ സൈഡിൽ ഉറങ്ങാതെ കിടപ്പുണ്ട് കേട്ടോ. ഇവരുടെ സംസാരം കേട്ടിട്ട് അവൾക്ക് ഉറക്കം വരുന്നില്ല. അടുത്ത സീനിൽ ഹീറോയിൻ അങ്കിളിന്റെ വീട്ടിൽ മുത്തശ്ശിയെ കാണാൻ വന്നേക്കാണ്. അവരവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്കിൾ ഹീറോയിനോട് പറയുന്നുണ്ട്, നീ ഇനി തൊട്ട് ഫാക്ടറിയിൽ ജോലിക്ക് പോകണം, അതുപോലെ നമ്മുടെ ഫാമിലിയുടെ കടങ്ങളെല്ലാം വീട്ടണം, നമ്മുടെ ഫാമിലിക്ക് ചെലവിനും തരണം. ഹീറോയിൻ എന്തിനാണ് അങ്കിളിന്റെ ഫാമിലിക്ക് ചെലവിന് കൊടുക്കുന്നത്? അങ്കിളിന്റെ ഫാമിലിക്ക് ചെലവിന് കൊടുത്താൽ പോരെ? ഇത് എന്ത് ലോജിക്കാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹീറോയിൻ വേറെ ഫാമിലിയിൽ പെടുന്നതല്ലേ, അങ്കിളിന്റെ ഫാമിലിക്ക് ചെലവിന് കൊടുക്കണമെന്നാണ് അങ്കിൾ പറയുന്നത്. ഇതിനുശേഷം രാവിലെ ആവുന്ന സമയത്ത് ഹീറോയിന്റെ വീട്ടില് അടി നടക്കുകയാണ്. ഹീറോയിന്റെ അമ്മയുടെ ഫോട്ടോ രണ്ടാനമ്മ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് അവിടെ അടി നടക്കുന്നുണ്ട് കേട്ടോ, വഴക്ക് നടക്കുന്നുണ്ട്. ഇതേ നേരം വേറൊരു കാര്യം പറഞ്ഞും വഴക്ക് നടക്കുന്നുണ്ട്. രണ്ടാനച്ഛനോട് ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കളെ നോക്കി വലുതാക്കിയാല് നിങ്ങൾ എന്നെ കോളേജിൽ വിടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾ എന്നെ വിടണം, അതിനുള്ള പൈസ എനിക്ക് തരണമെന്ന്. എന്നാൽ രണ്ടാനമ്മ പറയാണ്, ഇപ്പൊ എന്നെ കൂടെ കല്യാണം കഴിച്ച് വേറൊരു ഫാമിലി ഉണ്ടാവാൻ പോവാ, എന്നിട്ട് നിനക്ക് ചെലവിന് തരണോ, നിനക്ക് കോളേജിൽ പോകാൻ പൈസ ഞങ്ങൾ തരണോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാണ്. ഹീറോയിന് രണ്ടാനച്ഛന്റെ മക്കളെ നോക്കി വലുതാക്കുകയാണെങ്കിൽ പൈസ കൊടുക്കാന്ന് രണ്ടാനച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വാക്കിന് അങ്ങേര് വില വെക്കുന്നില്ല. രണ്ടാനമ്മ പൈസ കൊടുക്കാനും സമ്മതിക്കത്തില്ല. അത് ഹീറോയിന് മനസ്സിലാവുകയാണ്, ഇനി പൈസ കിട്ടൂല, എവരെ നോക്കിയാലും കിട്ടൂലെന്ന് ഹീറോയിന് മനസ്സിലാവുകയാണ്. ഇതിനുശേഷം ഹീറോയിൻ നേരെ ചെന്നേക്കുന്നത് അങ്കിളിന്റെ വീട്ടിലാണ്. എന്നിട്ട് അങ്കിളിനെ ചെന്ന് കാണുന്നുണ്ട്. ആ സമയം അങ്കിൾ പറയുന്നുണ്ട്, സിയോൾ എന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു സിറ്റിയാണ്. ആ സിറ്റിയിൽ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാസം 15,000 വോൺ കിട്ടും. അത് നിനക്ക് ചെലവിനെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ 15,000 വോണിന്റെ പകുതി, അതായത് 7,500 വോൺ എല്ലാ മാസവും നീ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന്. ഹീറോയിൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതിന്റെ പകുതി പൈസ എല്ലാ മാസവും അങ്കിളിന്റെ വീട്ടിലോട്ട് ചെലവിന് അയക്കണമെന്നാണ് അങ്കിള് പറയുന്നത്. അതും അവള് രാവും പകലും ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടായിരിക്കും ആ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഹീറോയിന് നല്ല വിഷമാവുന്നുണ്ട്. കാരണം ഹീറോയിന്റെ അമ്മയുടെ ആഗ്രഹം ഹീറോയിൻ പഠിച്ച് നല്ലൊരു കവിയാവണം എന്നായിരുന്നു. എന്നാൽ അതൊന്നും ഇനി നടക്കത്തില്ല എന്നുള്ളൊരു ചിന്ത അവൾക്ക് വന്നു തുടങ്ങി. കാരണം പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാം എന്നൊരു തീരുമാനത്തിലോട്ട് എത്താൻ പോവുകയാണ്. ഇതിനുശേഷം ഹീറോയിൻ നേരെ ചെല്ലുന്നത് ഹീറോയിന്റെ അടുത്താണ് കേട്ടോ. കരഞ്ഞോണ്ടാണ് ചെല്ലുന്നത്. അവൾ അവനോട് ചെന്ന് ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ എത്ര റൂമുണ്ട്, എന്നെ കൂടെ അങ്ങോട്ട്
അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ. എന്നാൽ ഹീറോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഹീറോ ചെറുപ്പമാണ്, 19 വയസ്സും കണ്ടേ ഉള്ളൂ. അപ്പൊ അവൻ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല, ഇപ്പം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാറ് പോലും ആയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ നിന്നെ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും പാതിരാത്രി ആവുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ കോട്ടും സൂട്ടും പിന്നെ 2 ബാഗും എടുത്തിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോകാനുള്ള പ്ലാനാണ്. ഇതേ നേരം ഹീറോയിനെയും കാണിക്കുന്നുണ്ട്. ഹീറോയിന് രണ്ടാനമ്മയുടെ ഒരു ഫ്രോക്കും അല്ലെങ്കിൽ ഒരു ചുരിദാറും പിന്നെ അവരുടെ ചെരുപ്പും പിന്നെ വേറെ കുറെ സാമഗ്രികളും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാണ് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും ഒളിച്ചോടി പോകാനുള്ള പ്ലാനാണ്. എന്തായാലും അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്വർണവും വളയും മാലയും എല്ലാം ഊരി 2 കർച്ചീഫിൽ പൊതിയാണ്. ആ സമയം ഹീറോയിൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല, നീ നിന്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാരെയും മറക്കണം, ഇനി ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല, അവിടെ പോയിട്ടായിരിക്കും നമ്മൾ ജീവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് വിഷമമൊന്നും കാണിക്കാൻ പാടില്ലെന്ന് ഹീറോയിന്റെ അടുത്ത് പറയാണ്. ഹീറോ ഇതിന് സമ്മതിക്കുന്നുണ്ട്. അതേ നേരം തന്നെ കപ്പലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അത് ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേട്ട ഉടനെ അവർ രണ്ടുപേരും എണീറ്റ് കപ്പലിൽ കയറാനായിട്ട് ഓടിപ്പോവാണ്. ഇതിനുശേഷം രാവിലെ ആവുന്ന സമയത്ത് ഹീറോയിനും ആ കപ്പലിൽ കയറി പറ്റിയിട്ടുണ്ട്. അവര് തലേന്നെ കയറി പറ്റിയതാണ്, ഇപ്പൊ ആ കപ്പലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമയം ടിക്കറ്റ് ചോദിക്കുന്ന ഒരാൾ വന്നിട്ട് അവരുടെ അടുത്ത് ടിക്കറ്റ് ചോദിക്കുകയാണ്. ഇവരെ കണ്ടപ്പോഴേ തന്നെ അവർക്ക് മനസ്സിലായി, അതായത് ടിക്കറ്റ് ചോദിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇവർ ഒളിച്ചോടി വന്നതാണ്, ഇവർക്ക് പ്രായമായിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ അത് ചോദിക്കുകയാണ്, നിങ്ങൾ ഒളിച്ചോടി വന്നതാണോ, ടിക്കറ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഐ ഡി എന്തെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഇവരുടെ ഐ ഡി ഇല്ല, ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അതും ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അങ്ങേരുടെ ഊരി പോവുകയാണ്. ഹീറോയിൻ പറയുന്നതെന്ന് വെച്ചാല്, ഞങ്ങളുടെ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് വെള്ളത്തിൽ ഇട്ടോ, ഞങ്ങളെ വെള്ളത്തിൽ ഇട്ടോ എന്നൊക്കെയാ പറയുന്നത്. എന്തായാലും കപ്പലിൽ നിന്ന് അവരെ ഇറക്കിയൊന്നും വിടുന്നില്ല. അവരെ സിയൂൾ എന്ന് പറയുന്ന നഗരത്തിൽ കൊണ്ടുവരികയാണ്. അവർ ആ നഗരത്തിൽ വന്ന ഉടനെ നേരെ പോകുന്നത് സ്വർണ്ണക്കടയിലാണ് കേട്ടോ. അവർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ സ്വർണവും മാലയും വളയും എല്ലാം വിൽക്കാൻ കൊണ്ടുവന്നേക്കാണ്. അവിടുത്തെ ഒരു സ്ത്രീയുടെ കൊടുക്കുകയാണ് അത് വിൽക്കാനായിട്ട്. എന്നാൽ അവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇവരുടെ വീട്ടിൽ നിന്ന് ഓടി വന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ഐ ഡി ചോദിക്കുകയാണ്, ഐ ഡി ഉണ്ടെങ്കിലേ ഇത് വിൽക്കാൻ പറ്റത്തുള്ളൂ. ആ സ്വർണത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വർണ്ണത്തവളയുണ്ട് കേട്ടോ. അവർക്ക് സ്വർണം വിൽക്കാനും പറ്റിയില്ല, അതിന് പൈസയും കിട്ടിയിട്ടില്ല. ഇപ്പൊ അവരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. എന്തായാലും അവർ രാത്രി ആവുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ താമസിക്കാൻ വന്നേക്കാണ്. ആ ഹോട്ടലിൽ വരുന്ന സമയത്ത് അവിടുത്തെ മാനേജർ, അതായത് ആ ഹോട്ടലിന്റെ ഓണർ താമസിക്കാൻ സമ്മതിക്കുന്നില്ല. പൈസ ഉണ്ടെങ്കിലേ അവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഐ ഡിയും കൊടുക്കണമെന്ന് പറയും. എന്നാൽ ഈ ഓണറിന്റെ ഭാര്യ വരുവാണ്. ഭാര്യ വന്നിട്ട് പറയും, അത് സാരമില്ല, അവർ ഹണിമൂണിന് വന്നതായിരിക്കും, കണ്ടിട്ട് ഈ അടുത്ത് കല്യാണം കഴിച്ച ആരെ പോലെ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഇന്ന് റൂം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഭാര്യ വന്നിട്ട് അവർക്ക് താക്കോൽ എടുത്ത് കൊടുക്കുകയാണ്. ഒരു റൂമിന്റെ താക്കോലൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവർ റൂമിൽ വരികയാണ്. 2 മെത്തയുണ്ട് കേട്ടോ. 2 മെത്ത 2 സൈഡിലായിട്ട് പിടിച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ആ സമയം അവർക്ക് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് കേട്ടോ. അവരൊന്നും കഴിച്ചിട്ടില്ല. രണ്ടുപേരുടെ വയറ്റിൽ നിന്ന് ശബ്ദം വരികയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഹീറോയിന്റെ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ വീട്ടിലിരുന്ന് ഓറഞ്ചൊക്കെ ചുട്ട് തിന്നോണ്ടിരിക്കുകയാണ്. ആ സമയം അച്ഛൻ പറയുന്നുണ്ട്, ഈ ഒരു പ്രായമായോണ്ടാണ് അവൾ അങ്ങനെ പോയത്, ഇച്ചിരി കഴിയുമ്പം അവരുടെ ഇടയിലുള്ള ആ സ്നേഹം കുറയും, അവര് തിരിച്ചു വരും, എന്തായാലും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറയാണ്, നിങ്ങൾ എങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്, പൈസയാണോ സ്നേഹം എന്നാണോ വിചാരിച്ചിരിക്കുന്നത്, നമ്മളിപ്പോ ഈ ഓറഞ്ച് ചുട്ട് തിന്നതിൽ തന്നെ ഹാപ്പിയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഇതേ നേരം തന്നെ പുറത്താരോ വന്ന് ബെല്ലടിക്കുകയാണ്, അതായത് ഡോറിൽ മുട്ടുകയാണ്. എന്ന് നോക്കുന്ന സമയത്ത് അത് ഹീറോന്റെ അമ്മയാണ് കേട്ടോ. ഹീറോന്റെ അമ്മ വന്നിട്ട് ഒരു പേപ്പർ ഹീറോയിന്റെ രണ്ടാനമ്മയുടെ കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, ഹീറോയിൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിന്റെ കളറും ചെരുപ്പിന്റെ കളറും എല്ലാം അതിനകത്ത് എഴുതാൻ പറയുന്നുണ്ട്. അതായത് ഈ അമ്മയ്ക്ക് അവരെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ആ സിയൂൾ എന്ന് പറയുന്ന നഗരത്തിൽ പോയി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണ്. അവർക്കാണെങ്കിൽ ആ ഹോട്ടലിന്റെ ഓണറിന്റെ ഭാര്യ 2 കുപ്പി മദ്യവും പിന്നെ കുറച്ച് ഫുഡും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇവരൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അത് കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ നേരം നമ്മൾ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഹീറോന്റെ അമ്മയാണെങ്കിൽ വണ്ടി കയറി ആ നഗരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം രാവിലെ ആവുന്ന സമയത്ത് ഹീറോ എവിടെ പോയിട്ട് തിരിച്ച് ആ റൂമിലോട്ട് വന്ന് കയറുകയാണ്. വന്ന് കയറുന്ന സമയത്താണ് ഹീറോയിന് നല്ല ചൂടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ പറയാണ് ഫാൻ ഇടാൻ. എന്നാൽ ആ ഫാൻ ആണെങ്കിൽ ഇളവി വീണേക്കാണ് കേട്ടോ. ആ ഒട്ടിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് താഴെ വീണേക്കാണ്. എന്തോ സ്ക്രൂ എങ്ങാണ്ട് ഇളവി പോയതാണ്. അതേ നേരമാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവർ കൊണ്ടുവന്ന 2 ബാഗ് കാണാനില്ല. മൊത്തത്തിൽ 4 ബാഗ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ആ ബാഗ് ഒന്നും കാണാനില്ല. ഹീറോ അവിടെ എല്ലാം തപ്പുകയാണ്. എന്നാൽ ആ ബാഗ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ ബാഗ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവര് താഴെ വന്ന് പറയാണ്, റിസപ്ഷനിൽ വന്ന് പറയാണ്, ബാഗ് കാണാതെ പോയിട്ടുണ്ട്, നിങ്ങളല്ലാതെ നമ്മുടെ റൂമിൽ വേറെ ആരും കയറിയിട്ടില്ല, ആ ബാഗ് കണ്ടോന്നൊക്കെ. എന്നാൽ അവര് പറയുന്നതെന്ന് വെച്ചാൽ അവര് കണ്ടിട്ടില്ല, അവരെന്തായാലും പോലീസിനെ വിളിക്കാന്നാണ്. പോലീസിനെ വിളിച്ചാൽ ഇവര് പെടും, അതായത് ഹീറോയിനും. കാരണം ഇവർക്ക് പ്രായമായിട്ടില്ല, അത് മാത്രമല്ല ഐ ഡി ഇല്ല, ഇവരെ തിരിച്ച് വീട്ടിൽ വിടും. അതുകൊണ്ട് തന്നെ ഇവർക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. ഹീറോയിനും വീണ്ടും പ്രശ്നം വെക്കുകയാണ്, ഞങ്ങളുടെ ബാഗ് നിങ്ങളാണ് അടിച്ചു മാറ്റിയത്, അത് തിരിച്ചു തരണമെന്നൊക്കെ. അപ്പോഴാണ് ആ ഹോട്ടലിന്റെ ഓണർ ഒരു കാര്യം പറയുന്നത്. ഇവര് വന്ന സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോയിനും വന്ന ആ സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. അത് ഹോട്ടൽ ഓണറിന് എങ്ങനെ അറിയാം? കാരണം അവർ ആ ബാഗ് അടിച്ചു മാറ്റിയ സമയത്ത് ആ ബാഗിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബാഗ് അടിച്ചു മാറ്റിയത് വേറെ ആരുമല്ല, ഹോട്ടൽ ഓണറും ഭാര്യയാണ്. എന്തായാലും
എന്തായാലും ഹോട്ടൽ ഓണറും ഭാര്യയും ബാഗ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവര് ഹീറോയിനെയും വിരട്ടുകയാണ്. നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിച്ച് പറയും, അതോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും, നിങ്ങളെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകും. ഇതിനുശേഷം ഹീറോന്റെ അമ്മയെ കാണിക്കുകയാണ്. അമ്മയാണെങ്കിൽ സിയോൾ എന്ന് പറയുന്ന ആ നഗരത്തിൽ, അതായത് ഹീറോയിനും ഉള്ള ആ നഗരത്തിൽ വന്നിട്ട് നേരെ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മുത്തശ്ശിയെ വിളിച്ച് പറയുന്നുണ്ട് നഗരത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ വഴിത്തെരുവിൽ ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല, കയ്യിൽ പൈസ ഇല്ല, ബാഗില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനങ്ങളും ഇല്ല, എല്ലാം മോഷണം പോവുകയാണ്. ആ സമയത്താണ് ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, അവരെ വെറുതെ വിടാൻ പാടില്ല, നമ്മുടെ മോഷണം പോയ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കണം, അതുപോലെ അവർക്കിട്ട് പണിയും കൊടുക്കണമെന്ന്. ഇത് കേട്ട സമയത്ത് ഹീറോ സമ്മതിക്കുന്നുണ്ട്. അതേ നേരം തന്നെയാണ് അതുവഴി ഒരു ലേഡി നടന്നു പോകുന്നത്. ആ ഹോട്ടലിൽ താമസിക്കാനാണ്. അത് ഹീറോയിനും കാണുന്നുണ്ട് ആ ലേഡി പോകുന്നത്. എന്തായാലും രാത്രിയാവുന്ന സമയത്ത് ആ ലേഡിക്ക് ഹീറോയിനും കൊടുത്ത പോലെ ഹോട്ടൽ ഓണറിന്റെ ഭാര്യ ഫുഡും ആൽക്കഹോളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, ഈ ഹോട്ടൽ അടിപൊളിയാണ്, ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിരിക്കുന്നു, അത് മാത്രമല്ല ടോപ്പ് നോച്ച് എന്നാണ് പറയുന്നത്, അതായത് അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇപ്പം മനസ്സിലാവും അടിപൊളിയാണ്, ഇവർ കള്ളന്മാരാണെന്നൊക്കെ. ഭാര്യ പോയ ഉടനെ തന്നെ ആ ലേഡി റൂമിൽ ഒറ്റയ്ക്കില്ലേ, ആ സമയത്താണ് ഹീറോയിനും എങ്ങനെയൊക്കെ മതില് ചാടി ആ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നത്. എന്നിട്ട് ആ ലേഡിയോട് പറയാണ്, ഈ ഹോട്ടലുകാരെ വിശ്വസിക്കല്, ഇന്ന് നിങ്ങളുടെ മോഷണം അടിക്കും, അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചു വെച്ചോണം, പിന്നെ റൂമിലെ ലൈറ്റ് ഓഫ് ആക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഓഫ് ആക്കുവാണെങ്കിൽ ഓഫ് ആക്കുന്ന സമയത്ത് അവർ വന്ന് എല്ലാ ബാഗും അടിച്ചുകൊണ്ട് പോകും, നിങ്ങളുടെ സാധനങ്ങളെല്ലാം മോഷണം പോകും. ഇത് ആ ലേഡി വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഹോട്ടൽ ഓണറിനെ ഭാര്യയും കാണിക്കുകയാണ്. മോളും ഉണ്ട് കേട്ടോ, അവർക്കൊരു മോളും ഉണ്ട്. അവർ ഉറങ്ങാൻ കിടക്കുകയാണ്. അവർ മണ്ടയിലോട്ട് നോക്കി കിടക്കുകയാണ്. കാരണം ആ ലേഡി ലൈറ്റ് അണയ്ക്കുവാണെങ്കിൽ അവർക്ക് പോയി മോഷ്ടിക്കാമല്ലോ. കുറെ സമയം വൈകിട്ടും ആ ലേഡി ലൈറ്റ് ഓഫ് ആക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓണർ പറയാണ്, എന്തായാലും നമുക്കിന്ന് മോഷ്ടിക്കണ്ട, ഈ മോഷ്ടിക്കാത്തതിന്റെ ക്ഷീണം നമുക്ക് നാളെ മാറ്റാം, ആ ലേഡിയുടെ ബില്ലിന് 2 ഇരട്ടി ചാർജ് ചെയ്താൽ മതിയെന്ന്. ഇതിപ്പോ മോഷ്ടിക്കുകയും വേണ്ട, ലാഭമായി. എന്തായാലും രാത്രിയാവുന്ന സമയത്ത് ഹീറോയിനും ആണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവർ പ്ലാൻ ഇടുകയാണ് അവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റാനായിട്ട്. അതായത് അവരടിച്ചു മാറ്റിയ സാധനങ്ങൾ അവരറിയാതെ വീണ്ടും അവർക്ക് അടിച്ചു മാറ്റാനായിട്ട്. ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അവരുടെ സാധനങ്ങൾ തന്നെയാണ്. ഹീറോയിൻ പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മുടെ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരുടെ ഹോട്ടലിന്റെ പൈസ ഇട്ട് വെക്കുന്ന പെട്ടിയില്ലേ, അത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാൽ മതിയെന്ന്. എന്തായാലും പ്ലാനൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ റൂമിൽ കയറി ചെല്ലുകയാണ്. അതായത് ഓണറും ഭാര്യയും കിടന്നുറങ്ങുന്ന ആ റൂമില്ലേ, അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവരുടെ സാധനങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ പോയിട്ട് ആ ക്യാഷ് പെട്ടി അടിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് പോകാൻ നിൽക്കുന്ന നേരത്ത് ഹീറോയിൻ ആ മോളുടെ തലയിൽ ഒരു സ്ലൈഡ് കാണുന്നുണ്ട് കേട്ടോ. വലിയ വിലപിടിപ്പുള്ള സ്ലൈഡ് ഒന്നും അല്ല, ഒരു സ്ലൈഡ്. അതാണെങ്കിൽ ആ മോൾ അറിയാതെ എടുക്കാൻ നോക്കുകയാണ്. ആ സമയം ഹീറോ പറയുന്നുണ്ട്, നമുക്ക് വേറെ വാങ്ങാൻ, നിനക്ക് വേറെ വാങ്ങിച്ചു തരാന്നൊക്കെ. എന്നാൽ അത് കേൾക്കാതെ ആ സ്ലൈഡ് എടുക്കാൻ നോക്കുകയാണ്. നടന്നില്ല. ആ മോള് പെട്ടെന്ന് എണീക്കുകയാണ്. ഹീറോയിനെയും കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അലറി വിളിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഓണറും ഭാര്യ എണീക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിനും ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഓടുകയാണ് കേട്ടോ. ആദ്യം ഓടുന്നത് ഹീറോ, പിന്നാലെ ഓടുന്നത് ഹീറോയിൻ. എന്തായാലും ഹീറോയിന് സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഭാര്യ അവളെ തള്ളിയിട്ട് കഴുത്തെറുക്കാണ് തറയിൽ വെച്ചിട്ട്. എന്നിട്ട് അവനോട് പറയാണ്, മര്യാദയ്ക്ക് നീ ആ പെട്ടി തിരിച്ചു കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ അവളെ കൊല്ലും, അല്ലെങ്കിൽ അവളെ മറിച്ച് വിൽക്കുമെന്ന്. അതായത് ഇവർക്ക് ഓർഗൻ ട്രാഫിക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിൽക്കുമെന്നാണ് പറയുന്നത്. ഇത് കേട്ട സമയത്ത് ഹീറോയ്ക്ക് സഹിച്ചില്ല. ഹീറോ ആണെങ്കിൽ ആ ക്യാഷ് പെട്ടി ദൂരോട്ട് കളയാണ്, അതായത് ദൂരോട്ട് മാറ്റിയിടാൻ ഒരു സ്ഥലത്തോട്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഓടി വരികയാണ്. അതേസമയം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പ്രായമായിട്ടുള്ള ഹീറോയിന്റെ വോയിസിലാണ് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഹീറോ വെറും ഒരു മനുഷ്യനല്ല, അവനാണെങ്കിൽ കരാട്ടെ കിഡാണ്, അവൻ കരാട്ട പഠിച്ചിട്ടുണ്ട്. ഹീറോ നേരെ ഓടി വന്നിട്ട് മാറുവാണ്. പിന്നെ ഹീറോയിന്റെ കാര്യം പറയാണ്. ഹീറോയിൻ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയല്ല, അവൾ ഈ തല വെച്ച ആൾക്കാർ ഇടിച്ചിടൂലേ, അതിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആരെടുത്താ പറയുന്നതെന്ന് അറിയാമോ? പ്രായമായിട്ടുള്ള ഹീറോയിൻ മക്കളെടുത്ത് പറയുന്ന കഥയാണ്. കാരണം ഹീറോയിൻ മക്കളെടുത്ത് ഹീറോയിന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.